ഇന്നേക്ക് 4 ദിവസമായി ഇസ്രയേലും ഇറാനും തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട്. പരസ്പരമുള്ള പോരാട്ടത്തിൽ പലപ്പോഴും തുല്യമായും ചിലപ്പോഴൊക്കെ ഒരു രാജ്യം ഒരൽപ്പം മുന്നിട്ട് നിന്നും കൂടുതൽ അപകടം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വന്ന റിപ്പോർട്ട് പ്രകാരം ഇറാനിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഖിഖും ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ അറിയിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു നിർണായക വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. കുറച്ചു മുൻപ് ഇറാന്റെ ചീഫ് ഇന്റലിജൻസ് ഓഫീസറെയും ഡെപ്യൂട്ടിയെയും ടെഹ്റാനിൽ വെച്ച് വധിച്ചതായി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNAയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് കസേമി, ഹസൻ മൊഹാഖിഖ്, മെഹ്സൻ ബാഗേരി എന്നീ 3 ഇന്റലിജൻസ് ജനറൽമാർ വധിക്കപ്പെടുകയും രക്തസാക്ഷികളായി വീഴുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന നടപടി ആരംഭിച്ചതിനു ശേഷം ടെഹ്റാനിലുടനീളം ഡസൻ കണക്കിന് ലക്ഷ്യങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളുടെ പരമ്പര തന്നെ നടത്തിയിരുന്നു. അതിനിടെ ഖുദ്സ് ഫോഴ്സ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാനിയൻ സൈന്യം എന്നിവയുടെ ടെഹ്റാനിലെ ഒന്നിലധികം ആയുധ നിർമ്മാണ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി കൃത്യമായി വ്യക്തമല്ല. മധ്യ ഇറാനിലെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ വ്യോമസേന നിലവിൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുള്ളത്. ഇതിന് തിരിച്ചടിയായി ഇറാനും ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ മുൻനിർത്തിയുള്ള ആക്രമണങ്ങൾ നടത്തി വരുന്നുമുണ്ട്. അതിനിടെ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച കൂടുതൽ മിസൈലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഭീഷണി തടയാൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ടെൽ അവീവ്, ജെറുസലേം എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പുതിയ ആക്രമണം നടത്തിയതായി അവരുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യത്തിൽ ഇസ്രയേലിന്റെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച മുതൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 14 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരും ഇസ്രയേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ 9 ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറാന്റെ മുകളിൽ വന്നു വീണ ഈ ഒരു പ്രതിസന്ധിയിൽ കുറച്ചൊന്നുമല്ല ഇറാൻ പെട്ടുപോയിട്ടുള്ളത്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും പതറി വീഴുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായ മധ്യസ്ഥത വഹിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം മാത്രമായിരിക്കും ലോകത്ത് അവശേഷിക്കുക എന്ന കാര്യം തീർച്ചയാണ്.